ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലേറ്റഡ് നൈറ്റിയുടെ സൈസ് ചാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ ടേബിളൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് ടേബിളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓരോ സൈസിൻ്റെയും മെഷർമെൻറ്റ്സ് എത്രയാണ്, ചെസ്റ്റ്, ഷോൾഡർ, അതുപോലെ തന്നെ ആം ഹോൾ, യോക്കിൻ്റെ ലെങ്ത്ത്, പിന്നെ നെക്കിൻ്റെ വീതി, നെക്കിൻ്റെ ഇറക്കം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈസ് 36ൻ്റെ നോക്കാം. 36 സൈസ് വരുമ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് 10 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഷോൾഡർ 7 ഇഞ്ച്. ഞാൻ സെയിം ഷോൾഡർ തന്നെയാണ് ആം ഹോളും കൊടുക്കുന്നത്. രണ്ടും 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് യോക്കിൻ്റെ ലെങ്ത്താണ്. യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നെക്കിൻ്റെ വീതിയാണ്. നെക്കിൻ്റെ വീതി ഞാനിവിടെ 2.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ, 2.75. പിന്നെ നെക്കിൻ്റെ ഇറക്കമാണ് വരണേ. നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച്. അപ്പോൾ 36 സൈസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് വരുന്നത് 38 സൈസാണ്. അപ്പോൾ 38 സൈസ് വരുമ്പോൾ നമ്മൾ ചെസ്റ്റ് 10.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 10.5 ഇഞ്ച്. ഇനി അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണത് 7.25 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ 7.25. സെയിം ഷോൾഡർ തന്നെയാണ് ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്യണേ, 7.25. അടുത്തത് യോക്കിൻ്റെ ഇറക്കം. യോക്കിൻ്റെ ഇറക്കം ഞാൻ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണത്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ സെയിം 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കണത്. അടുത്തതായിട്ട് 40 സൈസിൻ്റെയാണ് ചെയ്യണേ. 40 സൈസ് വരുമ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ചെസ്റ്റ് സൈസ് ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഷോൾഡർ 7.5 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ വരുന്നത് 7.5 ആണ്. ആ സെയിം ഷോൾഡർ തന്നെയാണ് ഞാൻ ആം ഹോളും മാർക്ക് ചെയ്യണേ, 7.5. ഇനി അടുത്തതായിട്ട് 40 ചെസ്റ്റ് വരുമ്പോൾ ഞാൻ യോക്കിൻ്റെ ഇറക്കം 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. യോക്കിൻ്റെ ഇറക്കം 10.5 ഇഞ്ച്, 10.5. അടുത്തതായിട്ട് നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യണേ. നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച്, 2.75. നെക്കിൻ്റെ ഇറക്കം സെയിം 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് 42 സൈസാണ് ചെയ്യണേ. 42 സൈസ് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാൻ 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 11.5 ഇഞ്ച്. അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് 7.25 ഇഞ്ചാണ്, 7.75. ആ സെയിം 7.25 തന്നെയാണ് ഞാൻ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കണേ, 7.75. അടുത്തായിട്ട് വരുന്നത് യോക്കിൻ്റെ ലെങ്ത്താണ്. യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്ക് ലെങ്ത്ത് 11 ഇഞ്ച്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വീതി ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ 42 സൈസ് വരുമ്പോൾ ചെയ്യുന്നത്, 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 44 സൈസ് നോക്കാം. 44 സൈസ് വരുമ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, 12 ഇഞ്ച്. അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആം ഹോളും സെയിം 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 11 ഇഞ്ചാണ് കൊടുക്കണേ. യോക്കിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച്. അടുത്ത് വരുന്നത് നെക്കിൻ്റെ വീതിയാണ്. നെക്കിൻ്റെ വീതി 3 ഇഞ്ച്. അതുപോലെ തന്നെ നെക്കിറക്കം സെയിം 6 ഇഞ്ച് തന്നെയാണ് കൊടുക്കണേ. ഇനി അടുത്തായിട്ട് 46 സൈസാണ് ചെയ്യണേ. 46 സൈസ് വരുമ്പോൾ ചെസ്റ്റ് 12.5 ഇഞ്ച്. അതുപോലെ തന്നെ ഷോൾഡർ 8.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ, 8.25, 8.25. ആ സെയിം തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്യണേ, 8.25 ഇഞ്ച്. ഇനി അടുത്തായിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ച്. പിന്നെ നെക്കിൻ്റെ വീതി 3 ഇഞ്ച്. നെക്ക് ഇറക്കം 6.5 ഇഞ്ച്. ഇനി അടുത്ത് നമുക്ക് 48 സൈസ് നോക്കാം. 48 സൈസ് വരുമ്പോൾ ഞാൻ ചെസ്റ്റ് 13 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ, ചെസ്റ്റ് 13 ഇഞ്ച്.
അതുപോലെ തന്നെ ഷോൾഡർ 8.5 ഇഞ്ച്. ഷോൾഡർ 8.5 ഇഞ്ച് കൊടുത്തുകൊണ്ട് ഞാൻ സെയിം തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്യണേ 8.5 ഇഞ്ച്. ഇനി അടുത്തായിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ച്. നെക്കിൻ്റെ വീതി ഞാൻ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച്. ഇനി അടുത്തതായിട്ട് 50 സൈസ് നോക്കാം. 50 സൈസ് വരുമ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് 13.5 ഇഞ്ച്. ഇനി അടുത്തായിട്ട് ഷോൾഡർ ആണ്. ഞാൻ ഷോൾഡർ 8.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഷോൾഡർ 8.75. ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്യണേ 8.75. ഇനി അടുത്തായിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. യോക്ക് ലെങ്ത്ത് 11.5 ഇഞ്ച്, 11.5 ഇഞ്ച്. ഇനി അടുത്തായിട്ട് നെക്കിൻ്റെ വീതി ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വീതി 3.5. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പോൾ നമ്മൾ 36 മുതൽ 50 സൈസ് വരെ വരുമ്പോൾ എത്രയാണ് ഷോൾഡർ, ആം ഹോള്, യോക്കിൻ്റെ ലെങ്ത്ത് ഇതൊക്കെ എടുക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യാറുള്ളൊരു സൈസ് ചാർട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ. ഇപ്പം ഞാൻ പറയുന്നില്ല 100% എല്ലാവർക്കും ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഒരു ജസ്റ്റ് ഫോർമുല വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ്. അത് 100% എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു 70% ഒക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫോളോ ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് പോലെയൊക്കെ ഈ ഒരു മെഷർമെൻറ്റ്സ് എടുക്കാം. കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലീറ്റഡ് നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ 3 പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ അത്രയും സിമ്പിളായിട്ടുള്ള കട്ടിങ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.